സർചാർജ് വർദ്ധിപ്പിക്കാനുള്ള KCB നീക്കത്തിന് തടയിട്ട് വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ. വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ KCBയോട് പുതിയ അപേക്ഷ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, എത്തരത്തിലാണ് വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ ഇടപെടൽ? മറ്റു വിവരങ്ങൾ കൂടി. സംഗീത, KCBക്ക് ഒരു കർശന നിർദ്ദേശമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് ഇതിനോടകം തന്നെ സർചാർജ് 19 പൈസ നിലവിലുണ്ട്. അതിനു പുറമെ 16 പൈസ യൂണിറ്റിനും വർദ്ധിപ്പിച്ചു. ഇനി ഒരു 19 പൈസ കൂടി 17 പൈസ കൂടി സർചാർജ് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് KCB റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചത്. പക്ഷേ ആ നിർദ്ദേശത്തെ തള്ളുകയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ KCB അറിയിച്ചിട്ടുണ്ട്. KCB ഒരു ഹിയറിംഗ്, റെഗുലേറ്ററി കമ്മീഷൻ എന്നൊരു ഹിയറിംഗ് വിളിച്ചിരുന്നു ഇക്കാര്യം പരിശോധിക്കാനായി. അക്കാര്യത്തിലാണ് ഒരു കർശനമായിട്ടുള്ള മറുപടി KCBക്ക് നൽകിയിട്ടുള്ളത്. ഇതൊരു വലിയ തുകയാണ്. 19 പൈസ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് ഈ സാധാരണക്കാരെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പുതിയൊരു അപേക്ഷ സമർപ്പിക്കാനും KCBയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തുക ഒരു ബാധ്യതയെ, അതായത് 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വാങ്ങിയ വൈദ്യുതിയുടെ ബാധ്യത തീർക്കാനായിട്ടാണ് KCB ഈ തുക ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് ഏകദേശം 37 കോടി രൂപ ആണ് ആ അധിക ബാധ്യതയായി ഉണ്ടായിരുന്നത്. ആ തുക അത്രയും സാധാരണക്കാരുടെ മേൽ അധിക സർചാർജായി അങ്ങനെ സർചാർജായി ആളുകളിൽ നിന്ന് പിരിക്കാനാണ് KCB ലക്ഷ്യമിടുന്നത്. ആ നീക്കത്തെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ കർശനമായി നിഷേധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 3 മാസത്തെ പുതിയൊരു അപേക്ഷയുമായി വരാനാണ് KCBയോട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഈ 17 പൈസ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 പൈസയായി കുറയാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. സംഗീത. ശരി അർജുൻ, 17 പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള KCB നീക്കത്തിനാണ് ഇപ്പോൾ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ തടയിട്ടിരിക്കുന്നത്. അർജുൻ രാജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.